മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ എന്ന മലപ്പുറം ജില്ലയിലെ ചെറുപട്ടണത്തെ ദ മെഡിക്കൽ ഹബ് ഓഫ് കേരള ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ ആസ്ഥാനമാക്കി മാറ്റുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച ആശുപത്രി മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. 1990-ൽ മൗലാന ഹോസ്പിറ്റൽ സ്ഥാപിതമായ ആദ്യ നാൾ തൊട്ടു തന്നെ പ്രവർത്തന നിരതമായതാണ് അവിടുത്തെ ശസ്ത്രക്രിയാ വിഭാഗം. കഴിഞ്ഞ 3 ദശകങ്ങളിലേറെയായി അതിനൂതന ശസ്ത്രക്രിയാ രീതികൾ അനേകർക്ക് ലഭ്യമാക്കിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ സർജറി, GI എൻഡോ സർജറി, ബാരിയാട്രിക് ആൻഡ് മെറ്റബോളിക് സർജറി ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ ഇന്ത്യയിലെ തന്നെ എണ്ണം പറഞ്ഞ സർജറി ഡിപ്പാർട്ട്മെന്റായി പരിണമിച്ചിരിക്കുന്നു. ഈ നേട്ടങ്ങളൊക്കെയും സ്വായത്തമാക്കിയത് ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ എന്ന സ്ഥിരോത്സാഹിയായ സർജന്റെ പ്രയത്ന ഫലമായാണ്. 1990-ലാണ് മൗലാന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ആ വർഷം തന്നെയാണ് ഡോക്ടർ ഇസ്മായിൽ ജനറൽ സർജറി വിഭാഗത്തിൻ്റെ മേധാവിയായി ചാർജ് എടുത്തതും. ഈ കാലഘട്ടത്തിലാണ് ലാപ്രോസ്കോപ്പിക് സർജറി ലോകത്ത് പതുക്കെ വരാൻ തുടങ്ങിയത്. അതിനോടനുബന്ധിച്ച് തന്നെ ഡോക്ടർ ഇസ്മായിൽ ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് ലാപ്രോസ്കോപ്പിക് സർജറി ആരംഭിക്കുകയും അതിനുള്ള എല്ലാവിധത്തിലുള്ളൊരു സപ്പോർട്ടും മാനേജ്മെൻറ്റ് കൊടുക്കുകയും ചെയ്തതനുസരിച്ചിട്ട് ഈ വിഭാഗം വളരെ വേഗത്തിലാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. 1993-ൽ കേരളത്തിൽ പെരിന്തൽമണ്ണയിൽ മൗലാന ഹോസ്പിറ്റലിൽ ഈ ശസ്ത്രക്രിയാ രീതി ആദ്യമായി നമ്മൾക്ക് ആരംഭിക്കുവാനായിട്ട് സാധിച്ചു. അത് സാധ്യമായത് തീർച്ചയായും അന്ന് ഞങ്ങളുടെ ഡയറക്ടറായിരുന്ന മിസ്റ്റർ അബ്ദുൾ റഷീദ്, അന്ന് അദ്ദേഹത്തിന് വെറും 22 വയസ്സ് മാത്രം പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണവും ഒരു വിസ്ഡവുമാണ്. ദൈവം കൈതൊട്ടനുഗ്രഹിച്ച മാന്ത്രിക കരങ്ങളാൽ ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ സൗഖ്യമാക്കിയത് അനേകരെയാണ്. 1990-കളുടെ തുടക്കത്തിൽ താക്കോൽദ്വാര ശസ്ത്രക്രിയ രാജ്യത്ത് അതിൻ്റെ ശൈശവദശയിൽ മാത്രമുണ്ടായിരുന്ന കാലത്ത് 1993-ൽ 30 വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ കേരളത്തിൽ ആദ്യമായി ഈ ശസ്ത്രക്രിയാ സമ്പ്രദായം അവതരിപ്പിച്ചു. ഒരു പ്രാർത്ഥന പോലെ തന്റെ പ്രൊഫഷനെ സമീപിച്ച ഡോക്ടർ ഇസ്മായിൽ സുദീർഘമായ തന്റെ വൈദ്യസപര്യയിൽ പിന്നിട്ട നാൾവഴികൾ സമാനതകളില്ലാത്തതായിരുന്നു. നാളിതുവരെ ലാപ്രോസ്കോപ്പിക് സമ്പ്രദായത്തിലൂടെ മാത്രം 1,25,000-ത്തിലധികം കേസുകളാണ് ഇദ്ദേഹം നിർവഹിച്ചത്. സ്വപ്നസമാനമായ ഈ വലിയ നേട്ടം കൈവരിക്കുക വഴി ഏഷ്യയിലെ തന്നെ സമുന്നതരായ ലാപ്രോസ്കോപ്പിക് സർജന്മാരുടെ ഇടയിലാണ് ഇന്ന് ഡോക്ടർ മുഹമ്മദ് ഇസ്മായിലിന് സ്ഥാനം. 12,000-ത്തിലധികം ലാപ്രോസ്കോപ്പിക് ഹെർണിയ റിപ്പയർ, 2,000-ത്തിലധികം ലാപ്രോസ്കോപ്പിക് ബാരിയാട്രിക് സർജറി, 200-ലധികം ലാപ്രോസ്കോപ്പിക് മെറ്റബോളിക് സർജറി ഫോർ ഡയബറ്റീസ്. ഇവയെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ശസ്ത്രക്രിയകൾ എന്ന ഗണത്തിലെ ഓൾ ഇന്ത്യ റെക്കോർഡുകൾ കൂടിയാണ്. ക്യാൻസറിന്റെ സർജിക്കൽ ചികിത്സയിൽ മിനിമലി ഇൻവേസീവ് ഓങ്കോ സർജറിയാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നിരിക്കെ ലാപ്രോസ്കോപ്പിക് ഓങ്കോ സർജറി കേരളത്തിൽ ആദ്യമായി നിർവഹിച്ചു തുടങ്ങിയെന്നതും ഇദ്ദേഹത്തിന്റെ തൊപ്പിയിലെ പൊൻതൂവലാണ്. ഇതുകൂടാതെ 1,000-ത്തിലധികം തൈറോയ്ഡ് സർജറീസ്, 12,000-ത്തിൽ പരം പൈൽസിനായുള്ള മിനിമലി ഇൻവേസീവ് പ്രൊസീജിയേഴ്സ്, കഴിഞ്ഞ 4 വർഷങ്ങളിൽ മാത്രം 1,500-ലേറെ പൈൽസിനുള്ള ലേസർ ഹെമറോയിഡക്ടമി, RFA, ലേസർ, ഫോം സ്ക്ലിറോതെറാപ്പി മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള 2,500-ലധികം വെരിക്കോസ് വെയിൻ സർജറീസ് തുടങ്ങി ഈ സർജന്റെ നേട്ടങ്ങളുടെ പട്ടിക വളരെ വളരെ വലുതാണ്. ഇപ്പോൾ ഇത്രയും ഞങ്ങൾ ക്ലോസാണ്, ഫ്രണ്ട്സാണ്, എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലോചിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 16-ാം തീയതിക്ക് ശേഷം എനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ല. അതിങ്ങനെ കഴിക്കും, ഇവിടെ തങ്ങി നിൽക്കും, അങ്ങനെയായിരുന്നു. മൗലാനെ പോയി ഡോക്ടറുടെ എൻഡോസ്കോപ്പി നടത്തിയപ്പോൾ പറയുന്ന ഒരു ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ഞാനിവിടെ ഇരിക്കാനുള്ള കാരണം ഇസ്മായിൽ ഡോക്ടറാണ്, ഭക്ഷണം കഴിക്കാനുള്ള കാരണം ഇസ്മായിൽ ഡോക്ടറാണ്. ഞാൻ ഏപ്രിൽ മാസം 16-ാം തീയതി ഭക്ഷണം കഴിച്ചതാണ്. അതിന് ശേഷം വെറും വെള്ളമല്ലാതെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു, ഇപ്പോൾ കുറേ ഭക്ഷണമൊക്കെ കഴിക്കൽ തുടങ്ങി. ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ അനുഭവമുണ്ട്. താക്കോൽ ദ്വാരത്തിൽ കൊണ്ട് ചെയ്യുന്ന ശസ്ത്രക്രിയകളിൽ പലതും ഇന്ത്യയിൽ തന്നെ
ആദ്യമായിട്ട് ഞങ്ങളുടെ സെൻറ്ററിലാണ്, മൗലാന ഹോസ്പിറ്റലിലാണ് സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് പറ്റിയത്. കുട്ടികൾ ശസ്ത്രക്രിയ അന്ന് താക്കോൽ ദ്വാരം ഉപയോഗിച്ചിരുന്നില്ല. കാരണം ചെറിയ വയറാണ്, നമ്മൾ ഗ്യാസ് കയറ്റി ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷമതകളെക്കുറിച്ചിട്ടുള്ള ഇതുകൊണ്ട് അത് ചെയ്തിരുന്നില്ല. നമ്മളുടെ ഇവിടെ അത് ആദ്യമായിട്ട് ചെയ്ത് 1999 മദ്രാസിൽ വെച്ച് നടന്ന IAGSൻ്റെ ആദ്യത്തെ കോൺഫറൻസിൽ ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക്കേഷൻസ് 136 കൊച്ചുകുട്ടികളിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിൽ കൂടി ചെയ്ത സർജറി ഞങ്ങൾ പ്രബന്ധം അവതരിപ്പിക്കുകയുണ്ടായി. 2003 ഈ വണ്ണം കുറയ്ക്കുന്നതിനുള്ള ശസ്ത്രക്രിയ, ബെറിയാട്രിക് ശസ്ത്രക്രിയ, അതിനുള്ള പരിശീലനത്തിനായിട്ട് എനിക്ക് സ്വിറ്റ്സർലൻഡിൽ പോകുവാനായിട്ട് സാധിച്ചു. അവിടെ നിന്ന് പരിശീലനം സിദ്ധിച്ച് കേരളത്തിൽ ആദ്യ ബെറിയാട്രിക് സർജറി സെൻറ്റർ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് സാധിച്ചു. അമിതവണ്ണത്തിന്റെ ശാശ്വത പരിഹാരമായ താക്കോൽ ദ്വാരത്തിലൂടെയുള്ള ബേരിയാട്രിക് സർജറി ലോകത്ത് ആവിർഭവിച്ചപ്പോൾ അതിന് കേരളത്തിൽ പ്രചുരപ്രചാരം നൽകിയത് ഡോക്ടർ മുഹമ്മദ് ഇസ്മായിലാണ്. സ്ലീവ് ഗ്യാസ്ട്രക്ടമി, മിനി ഗ്യാസ്ട്രിക് ബൈപ്പാസ് തുടങ്ങിയ സർജറി ടെക്നിക്കുകളിലൂടെ ഒരു ജാലവിദ്യയിലെന്നോണം അഭൂതപൂർവമായ റിസൾട്ടാണ് ലാപ്രോസ്കോപ്പിക് ബാരിയാട്രിക് സർജറി നൽകുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഇദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ ഈ വിധം പുതുജീവിതം തന്നെ ലഭിച്ച 2000-ൽ പരം അമിതവണ്ണമുണ്ടായിരുന്നവരുടെ അനുഭവ സാക്ഷ്യങ്ങളാണ്. I was a very obese person. My weight was above 110 kilos and I was highly diabetic and hypertensive. I've gone through many medications, even treatments, but I was not able to control my diabetics, nor I was able to control my food habits or control with a good diet. That's why I've gone for a bariatric surgery, and I've did my surgery from Maulana Hospital, Perindalmanna. Dr. Ismail and his team has done the surgery. And I must say that the surgeon's hands are really God's hands, because I've got very good results. I've reduced my weight almost 20-25 kilos. Now I'm at 80-83 and I'm completely out of my medicines. I must say that by God's grace I've completely reversed my diabetics and hypertension. I'm not taking any medicines now other than the normal vitamin tablets. ബാരിയാട്രിക് ശസ്ത്രക്രിയാ വിധേയരിൽ ഭൂരിഭാഗത്തിന്റെയും പ്രമേഹ രോഗം കൂടി പൂർണ്ണമായി ഭേദപ്പെടുന്നതായി വൈദ്യശാസ്ത്ര ലോകം തിരിച്ചറിഞ്ഞു. അങ്ങനെ അമിതവണ്ണവുമായി ബന്ധപ്പെട്ടതും കൂടാതെ മറ്റ് പലവിധ അനിയന്ത്രിത പ്രമേഹ രോഗത്തിനുമുള്ള വിപ്ലവകരമായ ചികിത്സാ മാർഗമായി ലാപ്രോസ്കോപ്പിക് മെറ്റബോളിക് സർജറി ലോകത്ത് അംഗീകരിക്കപ്പെട്ടു. ഈ നൂതന ശസ്ത്രക്രിയ ആദ്യമായി ഇന്ത്യയിൽ അവതരിപ്പിച്ചവരിൽ പ്രധാനിയാണ് ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ. ലാപ്രോസ്കോപ്പിക് മെറ്റബോളിക് സർജറി പ്രമേഹത്തിന് നൽകുന്നത് ശാശ്വത പരിഹാരമാണ്. നാളിതുവരെ മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇസ്മായിൽ ആൻഡ് ടീം നിർവഹിച്ചത് 200-ലേറെ ഇത്തരം ശസ്ത്രക്രിയകളാണ്. വൈദ്യരംഗത്തെ ഇന്ത്യ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ല്. ഏത് ഹെർണിയ ശസ്ത്രക്രിയകളും പൂർണ്ണമായും താക്കോൽ ദ്വാരത്തിലൂടെ ചെയ്യുക വഴി ഡോക്ടർ ഇസ്മായിൽ കേരളത്തിൽ സൃഷ്ടിച്ചത് മറ്റൊരു വൈദ്യശാസ്ത്ര വിപ്ലവമാണ്. രോഗികൾക്ക് സമയലാഭം, സാമ്പത്തിക ലാഭം, ഉന്നത ഗുണനിലവാരം എന്നിവ ഉറപ്പാക്കുന്ന വിപ്ലവം. 12,000-ലധികം കേസുകൾ ഈ വിധം നിർവഹിക്കുക വഴി ഇന്ത്യയിൽ ഏറ്റവും അധികം ലാപ്പ് ഹെർണിയ റിപ്പയർ ചെയ്ത സർജൻ എന്ന ഖ്യാതിയും ഡോക്ടർ മുഹമ്മദ് ഇസ്മായിലിന് സ്വന്തം. ഇസ്മായിൽ ഡോക്ടറെ കുറിച്ച് പറയുമ്പോൾ മൗലാന ഹോസ്പിറ്റലിൻ്റെ വളർച്ചയും അതിൻ്റെ പ്രതാപവും എല്ലാം സൃഷ്ടിച്ചെടുക്കുന്നതിൽ വലിയ തോതിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ഹോസ്പിറ്റലിനകത്ത് വർക്ക് ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ വലിയ ബന്ധങ്ങൾ പെരിന്തൽമണ്ണയിലെ സാമൂഹ്യ പ്രവർത്തന രംഗങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു വലിയ സേവകൻ എന്ന നിലയിൽ ഡോക്ടർക്ക് ഇനിയും ഒരുപാട് കാലം ആയുരാരോഗ്യത്തോടെ നമ്മുടെ നാടിനെ സേവിക്കാനും പെരിന്തൽമണ്ണക്കാർക്ക് മാത്രമല്ല മലയാളികൾക്കും കേരളത്തിന് പുറത്തുള്ളവർക്കും ആശ്വാസമായി തീരാനും അദ്ദേഹത്തിൻ്റെ കൈപുണ്യമുള്ള പ്രൊഫഷന് സാധിക്കട്ടെ. ഈ ഒരു കൊച്ചു കേരളത്തിൽ, അതും പെരിന്തൽമണ്ണ പോലെയുള്ള ഒരു ഗ്രാമപ്രദേശത്ത് ഇത്രയും സൗകര്യങ്ങളോടുള്ള ആശുപത്രിയുടെ വളർച്ചയിൽ നെടുന്തൂണായി നിന്ന ഡോക്ടർ ഇസ്മായിലിന് എത്ര തന്നെ പറഞ്ഞാലും
ആ സർജിക്കൽ ഹാൻഡിനെ കുറിച്ച് പറഞ്ഞാലും മതിയാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം 3D ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയോടുകൂടി പുതിയ പുതിയ സർജറികളെല്ലാം അദ്ദേഹം തുടങ്ങിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഡോക്ടർമാർക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുക്കുകയും ഈവൻ റഷ്യയിൽ നിന്നും അതുപോലെ അറേബ്യൻ കൺട്രീസിൽ നിന്ന് പോലും ഡോക്ടർമാർ ഇവിടെ വന്ന് ട്രെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. അത് പലർക്കും അറിയില്ല അതിങ്ങനെ ഒരു സംഗതി നടക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട്. ഇതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. മനുഷ്യന്റെ വയറിനകത്തോ അന്നനാളം മുതൽ കുടലറ്റം വരെയോ ഉള്ള ഒരവയവവും ഇദ്ദേഹത്തിന്റെ ലാപ്രോസ്കോപ്പിക് കരങ്ങൾക്ക് വഴങ്ങാത്തതായില്ല. തന്റെ ഗുരുനാഥൻ കൂടിയായ ഇന്ത്യൻ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ കുലപതി ഡോക്ടർ JB അഗർവാളിന്റെ ആപ്തവാക്യം ഇമാജിനേഷൻ ഈസ് ദ ലിമിറ്റ് ഓഫ് ലാപ്രോസ്കോപ്പിക് സർജറി അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുകയായിരുന്നു ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ. പ്രൈമറി ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഓങ്കോപ്ലാസ്റ്റിക് ബ്രസ്റ്റ് കൺസർവിംഗ് സർജറി, നോഡ്സ്, നാച്ചുറൽ ഓറിഫൈസ് എൻഡോലൂമിനൽ സർജറി, സിൽസ്, സിംഗിൾ ഇൻസിഷൻ ലാപ്രോസ്കോപ്പിക് സർജറി, സ്റ്റാർ, സ്റ്റാപ്പിൾ ട്രാൻസ് ആനൽ റെക്ടൽ റിസെക്ഷൻ തുടങ്ങി എല്ലാ അത്യാധുനിക ശസ്ത്രക്രിയകളും മിനിമലി ഇൻവെസീവ് സർജിക്കൽ പ്രൊസീജിയറും ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ സെന്റർ ഓഫ് എക്സലൻസ് കൂടിയാണ് ഡോക്ടർ ഇസ്മായിലിന്റെ നേതൃത്വത്തിലെ മൗലാന ഹോസ്പിറ്റൽ ശസ്ത്രക്രിയാ വിഭാഗം. അന്താരാഷ്ട്ര നിലവാരത്തിലെ ഗവേഷകൻ കൂടിയായ ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ അതിനായി ഒരു ഗവേഷണ വിഭാഗം തന്നെ തന്റെ ഡിപ്പാർട്ട്മെന്റിൽ ക്രമീകരിച്ചിരിക്കുന്നു. ലോകത്തെ ഏറ്റവും ആധികാരിക ഇന്റർനാഷണൽ സർജറി ജേണലുകളിൽ മാത്രം 15ലേറെ പ്രബന്ധങ്ങൾ ഇദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒട്ടനവധി പ്രബന്ധങ്ങൾ മറ്റ് ജേണലുകളിലും, കൂടാതെ ഡസൻ കണക്കിന് ഇന്റർനാഷണൽ കോൺഫറൻസുകളിലെ പേപ്പർ പ്രസന്റേഷനുകളും അന്തർദേശീയ ദേശീയ ബെസ്റ്റ് പേപ്പർ അവാർഡുകളും ഇദ്ദേഹത്തിന്റെ അദ്വിതീയ അക്കാദമിക നേട്ടങ്ങളാണ്. ഞാൻ റിസർച്ച് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ 1 ഇയറായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. മെയിനായിട്ട് റിസർച്ച് ചെയ്യുന്നത് ലേസ്, ഹെർണിയ, ഒബിസിറ്റി, വെരിക്കോസ് വെയിൻ. ഫോളോ അപ്പ് ഞങ്ങൾ 10 ഇയേഴ്സ് ഫോളോ അപ്പാണ് ചെയ്യുന്നത്. മെയിനായിട്ട് ഞങ്ങൾ പേഷ്യൻസായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് ഫോൺ വഴി കൂടെ, അതേക്കൂടി ലെറ്റർ വഴി കൂടെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ ഡാറ്റാസൊക്കെ ഞങ്ങൾ സ്റ്റോർ ചെയ്യുന്നത് എക്സൽ ഷീറ്റ് വഴി കൂടെയാണ്. ഒരു തപസ്യ പോലെ വിജ്ഞാന വൈദഗ്ധ്യം തേടിയുള്ള പ്രയാണമായിരുന്നു ഡോക്ടർ മുഹമ്മദ് ഇസ്മായിലിൻ്റേത്. ഡോക്ടർ ഫിലിപ്പ് മുറേ, ഡോക്ടർ അന്റോണിയോ ലോങ്കോ തുടങ്ങി ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയാ സമ്പ്രദായം തന്നെ കണ്ടുപിടിച്ച ഗുരുക്കന്മാരിൽ നിന്ന് നേരിട്ടുള്ള സുദീർഘ ശിക്ഷണങ്ങൾ, ഡോക്ടർ YP എബ്രഹാമിനെ പോലുള്ള മഹാരഥന്മാരുടെ ഗുരുത്വം, അനുഗ്രഹാശിസുകൾ, ദശകങ്ങൾ നീണ്ട ആ അശ്രാന്ത പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഡോക്ടർ ഇസ്മായിൽ തന്റെ പ്രവൃത്തിപന്ഥാവിലെ ഉന്നതങ്ങളിലെത്തിയത്. ആയതിന്റെ ഒരു സ്വാഭാവിക പരിണതി എന്നോണം അദ്ദേഹത്തെ തേടിയെത്തിയ അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും അനവധിയാണ്. അസോസിയേഷൻ ഓഫ് സർജൻസ് ഓഫ് ഇന്ത്യ ASIയുടെ ഗവേണിംഗ് കൗൺസിൽ മെമ്പർ, ASI കേരള ഘടകത്തിന്റെ 2024-25 ചെയർമാൻ എലക്ട്, ഒബിസിറ്റി ആൻഡ് മെറ്റബോളിക് സർജറി സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെയും ഏഷ്യ പസഫിക് ഹെർണിയ സൊസൈറ്റിയുടെയും ഫൗണ്ടർ എക്സിക്യൂട്ടീവ് മെമ്പർ, ഇന്റർനാഷണൽ ഫെഡറേഷൻ ഫോർ ദ സർജറി ഓഫ് ഒബിസിറ്റി ആൻഡ് മെറ്റബോളിക് ഡിസീസസ് ലൈഫ് മെമ്പർ, FICS, FMAS മുതലായ ഉന്നത ഫെലോഷിപ്പുകൾ തുടങ്ങി അമേരിക്കൻ സൊസൈറ്റി മെമ്പർഷിപ്പ് ഉൾപ്പെടെ ആധികാരിക സർജിക്കൽ ബോഡികളുടെ 2 ഡസനിലേറെ അന്തർദേശീയ ദേശീയ ഫെലോഷിപ്പുകളും ലൈഫ് മെമ്പർഷിപ്പുകളും അദ്ദേഹത്തെ തേടിയെത്തി. ശസ്ത്രക്രിയയുടെ ബാലപാഠങ്ങൾ തനിക്ക് പകർന്നു നൽകിയ സ്വന്തം ഗുരുക്കന്മാർക്ക് ലാപ്രോസ്കോപ്പിക് സർജറിയുടെ സങ്കീർണതകൾ തിരികെ പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുക എന്ന അപൂർവമായ അനുഗ്രഹവും അദ്ദേഹത്തിനുണ്ടായി. ഈ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത് നമ്മൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഇതൊരു ടെക്നോളജിയുടെ ഗുണം കൊണ്ടാണ് നമ്മൾക്കിത് ചെയ്യാൻ സാധിക്കുന്നത്. അന്ന് 1993 ഉണ്ടായിരുന്ന ക്യാമറയെക്കാളും വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ആദ്യമേ നമുക്ക് സാധാരണ ക്യാമറയായിരുന്നു, പിന്നെ ഹൈ ഡെഫിനിഷൻ വന്നു, പിന്നെ അത് 4K ആയി, ഇപ്പോൾ 3D ഉണ്ട്, ഇപ്പോൾ അത് പുതിയ നമുക്ക് റോബോട്ടിക് സർജറി. ഈ 3D വരെയുള്ള എല്ലാ
ആധുനിക അപ്ഗ്രഡേഷനും മൗലാന ഹോസ്പിറ്റലിൽ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് 10 ഓപ്പറേഷൻ തിയേറ്ററിലും നമ്മൾക്ക് ഈ മിനിമൽ ഇൻവേസീവ് സർജറി ചെയ്യുവാനായിട്ടുള്ള അത്യാധുനികങ്ങളായ ഉപകരണങ്ങളുണ്ട്. അവിടെയുള്ള ഡോക്ടേഴ്സും സ്റ്റാഫും വളരെയധികം പ്രാഗൽഭ്യം നേടിയവരാണ്. Dr. Mohammad Ismail is a leader par excellence and has been an inspiration and guide to many young surgeons like us in the state and elsewhere who have received their initial days of training at this hospital. I feel proud and privileged to be a part of this team consisting of Dr. Mohammad Ismail and Dr. Mahesh Rajgopal, and I am sure under their leadership Maulana Hospital is going to achieve more and more laurels in the years to come and is going to set a benchmark in the field of laparoscopic and bariatric surgery. ഇത്രയും കാലയളവിൽ സാറിനോടൊപ്പമുള്ള എൻ്റെ ജോലിയിൽ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പേഷ്യൻറ്റിനോട് ഒരുപാട് ആത്മാർത്ഥതയും ജോലിയിലുള്ള ആത്മാർത്ഥത, അർപ്പണബോധം, ജോലിയിലെ മികവ് അതെടുത്ത് പറയേണ്ടത് തന്നെയാണ്. പുതിയ അതിനൂതനമായ എല്ലാ സർജറികളും യഥാസമയം ട്രെയിൻ ചെയ്യുകയും അത് അർഹരായ രോഗികളെ ചികിത്സിക്കുകയും ചെയ്ത് രോഗികൾ സൗഖ്യം പ്രാപിച്ചു പോകുന്നത് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ കാണാറുണ്ട്. ടീം വർക്ക് ഈസ് ദ കീ ടു സക്സസ് എന്ന തത്വമാണ് ഡോക്ടർ ഇസ്മായിലിന്റെ പ്രവൃത്തി മന്ത്രം. സഹസർജന്മാരായ ഡോക്ടർ മഹേഷ് രാജഗോപാൽ, ഡോക്ടർ ദിലീപ് നാഗരാജ്, അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റിലെ പ്രതിബദ്ധതയുള്ള അനസ്തേഷ്യോളജിസ്റ്റുമാർ, മറ്റ് ഡോക്ടേഴ്സ്, നഴ്സിംഗ് സ്റ്റാഫ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, ന്യൂട്രീഷനിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, റിസർച്ച് അസിസ്റ്റന്റ്, കോർഡിനേറ്റേഴ്സ്, ഓഫീസ് സ്റ്റാഫ് തുടങ്ങി ഒരു വലിയ ടീം ഏക മനസ്സോടെ സർവസന്നദ്ധരായി ഡോക്ടർ ഇസ്മായിലിനൊപ്പം സദാ നിലകൊള്ളുന്നു. ഒപ്പം മൗലാന ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ കലവറയില്ലാത്ത പിന്തുണയും. ഇന്ന് ഒട്ടനവധി പുതുതലമുറ സർജന്മാർ ഇദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് ലാപ്രോസ്കോപ്പിക് സർജറി എന്ന അതിവൈദഗ്ധ്യ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെയെല്ലാം പ്രത്യക്ഷ പരോക്ഷ ഗുരുവായി മാർഗദർശിയായി ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ നിലകൊള്ളുന്നു. ലാപ്രോസ്കോപ്പിക് സർജറി എന്ന അതിനൂതന ചികിത്സാ സമ്പ്രദായം കേരളത്തിൽ കൊണ്ടുവന്ന് ശസ്ത്രക്രിയാ രംഗത്ത് നിശബ്ദ വിപ്ലവം സൃഷ്ടിച്ച കേരളത്തിന്റെ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ പിതാവ് എന്ന തലയെടുപ്പോടെ